പിന്നെ മക്രോണി ഒന്നുണ്ടാക്കി നോക്കാം. മക്രോണി ഇതാദ്യം വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് വെന്തിരിക്കുന്ന മക്രോണിയാണ്. ഇനി നമുക്കതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാം, മസാല ഉണ്ടാക്കാം. ഇപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്നായി വന്നപ്പോഴത്തേക്ക് നമുക്ക് കുഞ്ഞിതാക്കി അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു സവാളയാണ് എടുത്തത് കേട്ടോ. കുറച്ച് മക്രോണി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരു സവാള എടുത്തുള്ളൂ. ഒന്ന് വഴറ്റിയെടുക്കാം. തുള്ളി ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നിട്ട് നമുക്കതിലേക്ക് കുഞ്ഞിതാക്കി അരിഞ്ഞ് വെച്ച തക്കാളി ഇടാം. തക്കാളി ഒന്ന് വാടിയിട്ട് അപ്പോൾ തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരുംജീരകം പൊടിച്ചിടാം. കുറച്ച് മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ടു. തുള്ളി മഞ്ഞൾപ്പൊടി, തുള്ളി ചിക്കൻ മസാല ഇടാം. ചിക്കൻ മസാല, ഇനി കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് തിളച്ച് കൊടുക്കാം. ഇതിലേക്കൊരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കാം. തുള്ളി വെള്ളം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. നല്ല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മക്രോണി ഇടാം. നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ മക്രോണി റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യും. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മക്രോണി റെഡി. ഇതൊന്ന് കഴിക്കാൻ കൊടുത്തു നോക്കാം പിള്ളേർക്ക്. നോക്ക് എങ്ങനെയുണ്ട്? സൂപ്പർ. കുഞ്ഞിനെ നോക്ക്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇഷ്ടമായോ? ഞാനൊന്ന് അയച്ചോട്ടെ. ഞാൻ ആദ്യമായിട്ട് മക്രോണി ഇന്ന് കുഴപ്പമില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ബൈ.